ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടെന്ന് പരാതി. ബംഗളൂരു ബാംഗ്ലൂർ സ്റ്റേർലിംഗ് ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത്. നേരം വൈകി എഴുന്നേറ്റതിന് അധ്യാപകൻ കഴുത്തിലടിച്ചുവെന്നും ഗ്രൗണ്ടിന് ചുറ്റും ഓടിച്ചതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. പരാതിയിൽ കേസെടുത്ത പോലീസ് അധ്യാപകനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യലഹങ്ക സ്വദേശി ഗുരുകിരൺ എന്ന 11-കാരനാണ് മരിച്ചത്. സ്റ്റെർലിംഗ് ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗുരുകിരൺ ഗ്രൗണ്ടിനു ചുറ്റും ഓടുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടി എഴുന്നേൽക്കാൻ വൈകിയതിന്റെ പേരിൽ അധ്യാപകൻ കഴുത്തിലടിച്ചു എന്നാണ് പരാതി. ഇതിനുശേഷം ശിക്ഷയായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ നാരായണ ഗ്രൗണ്ടിനു ചുറ്റും ഓടാനും ആവശ്യപ്പെട്ടു. ഓടുന്നതിനിടയിൽ കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. അധ്യാപകന്റെ അടിയേറ്റാണ് കുട്ടി മരിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. മരിച്ച കുട്ടിയുടെ സഹപാഠിയും സമാനമായുള്ള മൊഴി ആദ്യം നൽകിയിരുന്നു. എന്നാൽ ഈ കുട്ടി പിന്നീട് നൽകിയ മൊഴിയിൽ അധ്യാപകൻ അടിച്ച കാര്യം പറഞ്ഞില്ല. ഇതോടെ മറ്റു കുട്ടികളുടെ കൂടി മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. സംഭവത്തിന് പിന്നാലെ സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. കുട്ടിയുടെ ബന്ധുക്കൾ അധ്യാപകനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. സംഭവം നടന്ന ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പ്രതിഷേധം ശക്തമായതോടെ മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകൻ നാരായണ നിലവിൽ കസ്റ്റഡിയിലാണ്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.